മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാമത് ചരമവാർഷികം സ്മൃതിദിനമായി പുതുപ്പള്ളിയിൽ ആചരിച്ചു. രാവിലെ പുതുപ്പള്ളി പള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും നടന്നു. തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും പൊതുജനങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഡോക്ടർ യൂഹന്നാൻ മാർ ദിയസ്കോറസ് ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികനായി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ചാണ് ഉമ്മൻചാണ്ടിക്ക് ആദരം അർപ്പിച്ചത്. പുതുപ്പള്ളി പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സ്മൃതി ദിനാചരണ സമ്മേളനം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പൊതുപ്രവർത്തന ശൈലി അനുകരണീയമാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്കായി ആദ്യം തുറന്നു നൽകിയത് ഉമ്മൻചാണ്ടിയായിരുന്നെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എനിക്ക് നമ്മുടെ ഗവൺമെന്റിനോട് പറയാനുള്ളത്, വിഴിഞ്ഞം പോർട്ടിനൊരു പേര് നൽകുന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു പേരല്ല, അത് ഉമ്മൻചാണ്ടിയുടെ പേരാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങളിൽ വികസനത്തിന്റെ ഒരു വലിയ ശബ്ദം കൊടുത്ത വലിയ മെസ്സേജിലായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഉമ്മൻചാണ്ടിക്ക് നമുക്ക് പാർട്ടിക്കും ഗവൺമെന്റിനും ഉറച്ച സ്മാരകങ്ങൾ ഉണ്ടാകാൻ, അത് കേവലം മന്ദിരങ്ങളും പുസ്തകങ്ങളും മാത്രമല്ല, പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു തലമുറയെ മുഴുവൻ, അതുപോലെ അവരുടെ ഗവേഷണത്തിന്റെ കാലത്തേക്കും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാലത്തും സഹായിക്കത്തക്കയുള്ള നല്ല സ്മാരകങ്ങൾ ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കണം. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, T. സിദ്ദിഖ്, നാട്ടകം സുരേഷ് MLA, ജോസഫ് വാഴക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവാദത്തിന്റെ വേദിയായി തന്റെ പിതാവിന്റെ അനുസ്മരണ യോഗം മാറരുതെന്ന് ചാണ്ടിയുമ്മൻ MLA പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി എന്റെ പിതാവിന്റെ ഏത് ചടങ്ങ് നടത്തിയാലും ഇവിടെ വിവാദമാണ്. ഒന്നാം അനുസ്മരണം തൊട്ട് മൂന്നാം അനുസ്മരണം വരെ വിവാദത്തിന്റെ ഘോഷയാത്രയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തെ വിളിച്ച് ബാക്കി എല്ലാ വിവാദവും നടത്തിക്കൂ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് വിവാദത്തിന് വേദിയായി പുതുപ്പള്ളിയിൽ അന്തി എന്റെ പിതാവിനെ മാറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിസിനസ് സംരംഭകൻ സാജൻ ലത്തീഫ് മുഖ്യാതിഥിയായി. കാൺപൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ നൈനാൻ എബ്രഹാമിന്റെ സ്മരണയ്ക്കായി 5 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതം നൽകുന്ന ഭൂമിയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. യോഗത്തിൽ 1200 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും മണ്ഡലത്തിലെ 114 സ്കൂളുകൾക്ക് ലഹരിക്കെതിരായ സന്ദേശമായി സൈക്കിൾ, ക്രിക്കറ്റ് കിറ്റ്, ഫുട്ബോൾ എന്നിവയുടെ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.